സ്നേഹം നിറഞ്ഞ ബഹുമാനപ്പെട്ട സിസ്റ്റർ, പ്രിയ മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, പ്രിയ കുഞ്ഞുമക്കളെ, ആരാധനക്രമ മത്സരത്തിലെ ഉയർപ്പ് കാലഘട്ടം 6ാമത്തെ ഞായറാഴ്ചയിലേക്ക് നാം ഓരോരുത്തരും പ്രവേശിച്ചിരിക്കുകയാണ്. ഈ 6ാം ഞായറാഴ്ച ഒരു ക്രിസ്ത്യാനി എപ്രകാരമാണ് ഈ ഭൂമിയിൽ ജീവിക്കേണ്ടത് എന്നതിന് വ്യക്തമായ ഒരു ധാരണ നൽകുന്ന രീതിയിലുള്ള ഒരു വചനഭാഗമാണ് നമുക്കായി ഈശോ നൽകിയിരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 24 മുതലുള്ള തിരുവചനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ കാണുവാൻ സാധിക്കുന്ന വലിയൊരു വസ്തുത, ഈ ഭൂമിയിലെ ജീവിതം കൊണ്ട് ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം അവസാനിക്കുന്നതല്ല എന്നും അതിനുശേഷമുള്ള നവ്യമായ ഒരു ജീവിതം നമ്മെ കാത്തിരിപ്പുണ്ട് എന്നുള്ളതും അത് സ്വർഗതുല്യമായ ഒരു ജീവിതമാണെന്നും ആ സ്വർഗത്തിലേക്ക് എത്തിച്ചേരുവാൻ വേണ്ടിയുള്ള പരിശ്രമമായിരിക്കണം ഈ ഭൂമിയിലുള്ള ജീവിതം നമ്മൾ ജീവിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടുള്ള വചനഭാഗമാണ് നമ്മൾ വായിച്ചു കേട്ടത്. ആധുനിക ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒത്തിരിയേറെ ലോകം വളർന്നിട്ടുണ്ട്. ഇന്ന് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ AI-യുടെ ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് ലോകം ജീവിക്കുന്നത് എന്ന് പറയുവാൻ സാധിക്കും. ലോകം എത്രമാത്രം വളർന്നാലും ശരി, മരണമെന്ന യാഥാർത്ഥ്യത്തെ ഒരു കാരണവശാലും മാറ്റി നിർത്തുവാൻ പറ്റാത്ത ഒരു യാഥാർത്ഥ്യമായിട്ട് തന്നെ ഇന്നും തുടരുന്നു എന്നുള്ളതാണ് ആധുനിക വൈദ്യശാസ്ത്രത്തിന് മുഴുവനും വെല്ലുവിളിയായിട്ട് ഇന്നും നിലകൊള്ളുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ലോകം എത്രമാത്രം വളർന്നാലും, വൈദ്യശാസ്ത്രം എത്രമാത്രം വളർന്നാലും, AI എത്രമാത്രം വളർന്നാലും മരണത്തെ പിടിച്ചു നിർത്തുവാൻ വേണ്ടി ഒരു കാരണവശാലും സാധിക്കുകയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമെന്ന് പറയുന്നത്. മരണം ഒരു യാഥാർത്ഥ്യമാണ്. മനുഷ്യൻ മർത്യനാണ്, അമർത്യനല്ല എന്നുള്ള കാര്യമാണ് ഇത് തെളിയിക്കുന്നത്. എത്ര വിദഗ്ധരായ ഡോക്ടർമാര് ഈ ഭൂമിയിൽ ജനിച്ചിട്ടുണ്ടെങ്കിലും വളർന്നിട്ടുണ്ടെങ്കിലും ഒരു കാലഘട്ടമായി കഴിയുമ്പോൾ അവരും ഈ ലോകത്തോട് വിട പറയേണ്ടവരാണ് എന്നുള്ള കാര്യം സൂചിപ്പിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. എത്ര വലിയ ശാസ്ത്രജ്ഞന്മാര്, എത്ര വിദഗ്ധന്മാർ ഇതിൽ പരിശ്രമിച്ചു കഴിഞ്ഞാലും അല്പകാലഘട്ടത്തേക്ക് മാത്രം ആയുസ് നീട്ടിക്കൊണ്ട് പോകാം എന്നല്ലാതെ മരണത്തെ പിടിച്ചു നിർത്തുവാനായിട്ട് ലോകത്തിലുള്ള ഒരു ഡോക്ടർമാർക്കും ഒരു വൈദ്യശാസ്ത്രത്തിനും ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. വരും കാലഘട്ടങ്ങളിൽ സാധിക്കില്ല എന്ന് തന്നെ പറയുവാൻ സാധിക്കും. അങ്ങനെ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്ന നമ്മൾക്ക് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വചനത്തിലൂടെ സംസാരിക്കുന്ന ഈശോ കൃത്യമായിട്ടുള്ള വിവരണം നൽകുകയാണ്. ഈ ഭൂമിയിലെ ക്രിസ്തുമായ ജീവിതം എന്ന് പറയുന്നത് നിങ്ങൾക്ക് സ്വർഗോന്മുഖമായി മുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കുവാൻ വേണ്ടിയുള്ളതാണെന്നും അവിടെ നമ്മൾ ഒരു കരുതിവെപ്പിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ഈ ഭൂമിയിൽ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. ഈ ഭൂമിയിൽ നാം എപ്രകാരം ജീവിക്കുന്നു എന്നത് ആനന്ദത്തോക്ക് പ്രതിഫലം നൽകുന്ന ഒരു കർത്താവുണ്ട് എന്നുള്ളതാണ് ഈ ഭൂമിയിലെ ജീവിതം ഏറ്റവും നന്മകൾ ചെയ്തുകൊണ്ട് ജീവിക്കുവാൻ ഓരോ ക്രിസ്ത്യാനിയും പ്രേരിപ്പിക്കേണ്ട ഘടകമെന്ന് പറയുന്നത്. ഇന്ന് ഒത്തിരിയേറെ പ്രവാസികൾ കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. 12ാം ക്ലാസ് കഴിഞ്ഞാൽ അടുത്തത് എന്ത് എന്നുള്ള ചിന്തയ്ക്ക് കുട്ടികൾ കണ്ടെത്തുന്നത് വിദേശ രാജ്യങ്ങളിൽ ഏതാണ് നല്ല ഒരു ജോലി എനിക്ക് ലഭിക്കുവാൻ സാധിക്കുന്നത് എന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടം. അതിനനുസരിച്ച് പഠിക്കുവാൻ മാതാപിതാക്കളെ പ്രേരിപ്പിക്കുന്ന കുട്ടികള് അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. കൃത്യമായിട്ട് പറഞ്ഞാൽ ഇന്ന് കേരള സഭ കൃത്യമായിട്ട് മുന്നോട്ട് പോകുന്നത് വിദേശ പണം ഉള്ളത് കൊണ്ട് മാത്രമാണ് എന്ന് പറയേണ്ടി വരും. അത്രമാത്രം കേരള സഭയിലെ നമ്മുടെ യുവതി യുവാക്കന്മാര് വിദേശ രാജ്യങ്ങളിൽ പ്രവാസികളായിട്ട് ചേക്കേറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത്. പ്രവാസികൾക്ക് എതിരല്ല ഈ വികാരിയച്ഛൻ എന്നുള്ള കാര്യം ആദ്യമേ തന്നെ സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രവാസികളുള്ളതിന് പേരിൽ മാത്രമാണ് ഈ ദേവ
ദേവാലയത്തിലെ കാര്യങ്ങൾ പോലും ഭംഗിയായിട്ട് നടക്കുന്നത് എന്നുള്ള ബോധ്യമുള്ള വികാരിയച്ഛനാണ് ഇത് എന്ന് പറയുവാൻ കൂടി ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് അവർക്കെതിരായിട്ടുള്ളതല്ല, മറിച്ച് ഇന്നത്തെ വചനവുമായി ബന്ധപ്പെട്ട് യുവതിവാക്കന്മാര് മറന്നുപോകാൻ പാടില്ലാത്തതും മാതാപിതാക്കള് ഓർമ്മപ്പെടുത്തേണ്ടതുമായ ഒരു വസ്തുതയെ കുറിച്ച് ചിന്തിപ്പിക്കുവാൻ വേണ്ടിയാണ് ഈ തിരുവചനത്തിലൂടെ ഇന്ന് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. 10-ാം പിയൂസ് മാർപ്പാപ്പ വിശുദ്ധനായിട്ട് മാറുന്നതിന് മുമ്പ് മാർപ്പാപ്പയായിരുന്ന സമയത്ത് ലോകത്തെ വ്യാഖ്യാനിപ്പിച്ചത് ഇപ്രകാരമാണ്: പാപബോധമില്ലായ്മയാണ് ആന്തരിക ലോകത്തെ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പാപം എന്നുള്ള കാര്യം മാർപ്പാപ്പ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. ഞാൻ ചെയ്യുന്നത് പാപമാണ് എന്നുള്ള ഒരു ബോധ്യം എനിക്ക് ഇല്ലെങ്കിൽ എന്തും ചെയ്യുവാനുള്ള ഒരു ലൈസൻസ് എനിക്ക് തന്നെ ലഭ്യമാകുകയാണ് ചെയ്യുന്നത്. കുമ്പസാരിക്കണമെന്നുള്ള തോന്നൽ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ പാപത്തെ കുറിച്ചുള്ള ഒരു ധാരണ വേണ്ടേ? ആ ധാരണ പോലും ഇല്ലാതാക്കുന്ന രീതിയിൽ എന്റെ മനസ്സിനെ പാകപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന ഒരു ലോകത്തിലൂടെ കടന്നു പോകുന്നത്. യൂറോപ്യൻ രാജ്യങ്ങളിൽ സംഭവിച്ചതും ഇത് തന്നെയാണ്. യൂറോപ്പിലെ യുവജന തലമുറകളിൽ മുഴുവനും പാപത്തെക്കുറിച്ച് ചിന്തയില്ലാതെ ഈ ലോകത്തിലെ ജീവിതം എന്റെ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി ദൈവം ഒരുക്കി നൽകിയതാണ് എന്നുള്ള ചിന്തയോടുകൂടി ജീവിച്ചു കഴിഞ്ഞപ്പോൾ ക്രിസ്ത്യാനി തന്നെ നാമവിശേഷമാകുന്ന ഒരു അവസ്ഥയിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. UK എന്ന് പറയുന്ന ഒരു രാജ്യം ബ്രിട്ടീഷുകാരാണ് മിഷണറിമാരായിട്ട് വന്ന് ഈ കേരളക്കരയിൽ നമുക്ക് നല്ല ക്രിസ്തീയ പാഠങ്ങളുടെ നല്ല ഒരു വളർച്ചയുടെ പാതയിലേക്ക് നമ്മളെ കൊണ്ടുപോയത്. ഇന്ന് അവിടെ കടന്നു ചെല്ലുകയാണെങ്കിൽ യുവജനങ്ങളിടയിൽ ക്രിസ്തീയ വിശ്വാസം നാമാവശേഷമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. വരും കാലങ്ങളിൽ നമ്മുടെ കേരളക്കരയിൽ അത് വിദൂരമല്ല എന്നുള്ള കാര്യം കൂടി ചേർത്ത് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാതാപിതാക്കൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് ഭൗതിക കാര്യങ്ങളിലാണ്. എന്റെ കുഞ്ഞിന് നല്ല വിദ്യാഭ്യാസം കിട്ടണം, എന്റെ കുഞ്ഞിന് നല്ല ജോലി ലഭിക്കണം, ഈ ജോലി ലഭിക്കുവാൻ ഏത് വിദ്യാഭ്യാസം കൊടുക്കണം എന്നുള്ള ധാരണ മാതാപിതാക്കൾക്കുണ്ട്. ഏത് ജോലി പോയി കഴിഞ്ഞാലാണ് ഏറ്റവും കൂടുതൽ പണം ലഭിക്കുന്ന, ഏറ്റവും കൂടുതൽ ശമ്പളം ലഭിക്കുന്ന കാര്യങ്ങൾ ലഭ്യമാകുന്നത് എന്നുള്ളതിനെ പറ്റിയുള്ള എല്ലാ ധാരണയും മാതാപിതാക്കൾക്കുണ്ട്. ചെറുപ്പം മുതലേ കൊടുക്കേണ്ട ഒന്ന് മറന്നു പോകരുത് എന്നുള്ള കാര്യമാണ് വചനത്തിലൂടെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അത് വിശ്വാസമാണ്. പണ്ടൊക്കെ നമ്മള് ഒരു വീട് പണിയുന്നുണ്ടെങ്കിൽ ദേവാലയം തൊട്ടടുത്ത് എവിടെയുണ്ട് എന്നാണ് ചിന്തിക്കുന്നത്. എന്നാൽ വിദേശ രാജ്യങ്ങളിലേക്ക് കടന്നു ചെല്ലുന്ന വ്യക്തികള് ജോലിക്ക് ഏറ്റവും അടുത്ത സ്ഥലം ഏതാണ് എന്ന് നോക്കിയാണ് ഫ്ലാറ്റ് മേടിക്കുവാനായിട്ട് നോക്കുന്നത്, താമസ സൗകര്യം ഒരുക്കുന്നത്. പള്ളി അവർക്ക് വിഷയമല്ല, വിശ്വാസം അവർക്ക് വിഷയമാകുന്നേയില്ല. പ്രിയമുള്ളവരെ, നിങ്ങൾ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. എന്നെ ശ്രദ്ധിക്കുന്ന മാതാപിതാക്കളിൽ ഏതെങ്കിലും കുഞ്ഞുങ്ങൾ വിദേശ രാജ്യങ്ങളിലുണ്ടെങ്കിൽ ഞായറാഴ്ച നിങ്ങൾ പള്ളിയിൽ പോയോ എന്നുള്ള ചോദ്യമാണ് ചോദിക്കേണ്ടത് കുഞ്ഞുങ്ങളോട്. ഞായറാഴ്ച പള്ളിയിൽ പോയില്ല എന്നുള്ള കാര്യം ജോലിഭാരം നിമിത്തം ഞാൻ ഉറങ്ങിപ്പോയി എന്ന് പറയുകയാണെങ്കിൽ വിശേഷം ചോദിക്കുവാൻ പോലും നിൽക്കാതെ ഫോൺ കട്ട് ചെയ്യണമെന്ന് ഞാൻ പറയും. അത്രമാത്രം വേദന അവരുടെ മനസ്സിനുള്ളിൽ അവർ അനുഭവിക്കണം. വിശ്വാസ കാര്യത്തിൽ മാതാപിതാക്കൾ പുറകോട്ട് പോയി കഴിഞ്ഞാൽ അടുത്ത തലമുറയിൽ അതിനേക്കാൾ വീണ്ടും പുറകോട്ട് പോകുന്ന അവസ്ഥയിലേക്ക് വീഴും. അവരിൽ നിന്നും ഉണ്ടാകുന്ന തലമുറ വീണ്ടും പുറകോട്ട് പോകും. അങ്ങനെയാണ് യൂറോപ്പിൽ നാമാവശേഷമായി കൊണ്ടിരിക്കുന്ന ഒരു ക്രൈസ്തവ സമൂഹത്തെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇനി ഒരു വീണ്ടെടുപ്പിന്റെ ഒരു അവസരമാണ് ഉണ്ടാകേണ്ടത്. പ്രവാസികളായ നല്ലവരായ മലയാളികൾ മുഴുവനും യൂറോപ്പിലെ ക്രിസ്തീയ പാരമ്പര്യങ്ങളെ പിടിച്ചു നിർത്തുവാൻ പറ്റുന്ന രീതിയിൽ കുടുംബത്തെ വാർത്തെടുക്കുവാനായിട്ട് സാധിക്കണം. വിശ്വാസ കാര്യങ്ങളിൽ വില കൽപ്പിച്ചില്ലെങ്കിൽ കുടുംബം ഇല്ലാതാകും എന്നുള്ളതാണ് ഏറ്റവും അടിസ്ഥാന ഘടകമായിട്ട് നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഏറ്റവും ആദ്യം ബാധിക്കുന്നത് വിവാഹമെന്ന കൂദാശയാണ്. വിവാഹമെന്ന കൂദാശയില്ലെങ്കിൽ കുടുംബമില്ല. കുടുംബമില്ലെങ്കിൽ ലിവിംഗ് ടുഗദർ പോലെയുള്ള ആതുര
ആധുനിക ലോകത്തെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന പല പ്രോബ്ലങ്ങൾക്ക് കാരണമായിട്ട് മാറുവാൻ കാരണമാകും. അതുകൊണ്ട് ചിന്തിച്ച് നമ്മൾ മുന്നേറേണ്ട ഒരു അവസ്ഥ മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യമാണ് സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഇനിയും ബോധപൂർവം മാറിയില്ലെങ്കിൽ വിശ്വാസ കാര്യങ്ങളിൽ നമുക്ക് മൂല്യച്യുതി തന്നെ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് 12 കഴിഞ്ഞ് ഇറങ്ങുന്ന കുഞ്ഞുങ്ങളോട് മാതാപിതാക്കൾ കരുതലോടെ വിശ്വാസ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും അവർ എന്ത് പഠിക്കുന്നു, എങ്ങനെ പഠിക്കുന്നു എന്നുള്ളതൊന്നും എനിക്ക് വിഷയമല്ല, മറിച്ച് വിശ്വാസത്തിൽ ജീവിക്കുന്നു എന്നുള്ള കാര്യം മാതാപിതാക്കൾ ഉറപ്പുവരുത്തണം എന്നുള്ള കാര്യം മാത്രമാണ് ശാഠ്യഭാവത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. എന്നെ ശ്രമിക്കുന്നവരായ മാതാപിതാക്കളെ, പ്രിയമുള്ളവരെ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വിദേശത്തേക്ക് പോകരുത് എന്നൊരിക്കലും പറയരുത്. അതാണ് നാളെ നിങ്ങളുടെ വരും കാലഘട്ടങ്ങളിലെ ഈ ഒരു കേരളത്തിന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അതിന് ഭംഗം വരുന്ന ഒന്നുമല്ല കാര്യങ്ങൾ എന്ന് പറയുന്നത്. പക്ഷേ വിശ്വാസ കൈമാറ്റത്തിൽ കുറവ് സംഭവിക്കരുത് എന്നുള്ള കാര്യം മാത്രമാണ് ഓർമ്മപ്പെടുത്തുന്നത് എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് സുവിശേഷാത്മകമായിട്ട് വരും കാലഘട്ടങ്ങളിൽ ഒരു സ്വർഗീയ ആസ്വാദനം നമുക്കുണ്ട് എന്നുള്ള ആ കാര്യം ലക്ഷ്യമാക്കിക്കൊണ്ട് ജീവിക്കുവാൻ ഈ ഭൂമിയിൽ നമ്മുടെ യുവതിമാക്കന്മാരെ ജീവിക്കുവാൻ പ്രേരിപ്പിക്കണം എന്ന് മാത്രമാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങൾക്ക് അതിന് സാധിച്ചില്ലെങ്കിൽ വരും തലമുറയ്ക്കും സാധിക്കുകയില്ല എന്നുള്ള കാര്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഞങ്ങളുടെ പ്രസംഗങ്ങൾ കൊണ്ട് ഒരിക്കലും ഒരു രീതിയിലും ഒരു പരിധി കഴിഞ്ഞ് ഇതിന് മൂർച്ച കൊണ്ടുപോകാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. മാതാപിതാക്കളുടെ നല്ല രീതിയിലുള്ള വിശ്വാസ കൈമാറ്റം ഒന്ന് മാത്രമാണ് ഈ ഒരു വലിയ തകർച്ചയെ വീണ്ടെടുക്കുവാൻ നമുക്ക് സാധിക്കുന്ന ഏറ്റവും വലിയ ഘടകം എന്ന് പറയുന്നത്. അതിന് സാധിക്കട്ടെ. നല്ലവനായ ദൈവം ഉയർന്ന കാലഘട്ടത്തിന്റെ ഈ 6ാം ഞായറാഴ്ച സമർത്ഥമായ അനുഗ്രഹങ്ങൾ പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ